കൊച്ചി രാജാക്കന്മാരുടെയും രാജകുടുംബാംഗങ്ങളുടെയും അപൂർവ ചിത്രങ്ങളാണ് ഇത്തവണത്തെ വീഡിയോയുടെ ഉള്ളടക്കം. കൊച്ചി രാജവംശത്തിൻ്റെ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഫോട്ടോഗ്രാഫി എത്തിയതിനു ശേഷമുള്ള ചിത്രങ്ങൾ മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 1853 മുതൽ 1864 വരെ രാജ്യം ഭരിച്ച രവിവർമ്മയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ആയിരുന്നു തുടർന്നിങ്ങോട്ട് കൊച്ചി രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതി. 1864 1888 കാലയളവിൽ കൊച്ചി മഹാരാജാവായിരുന്ന രാമവർമ്മ 14 ചിത്രങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തൊട്ടുപിന്നാലെ രാജ്യഭാരം ഏറ്റെടുത്ത വീരകേരളവർമ്മ എന്ന ചിങ്ങമാസത്തിൽ തീപ്പെട്ട തമ്പുരാന്റെ വ്യത്യസ്തമായ ഏതാനും ഫോട്ടോകളും കാണാം. രാജർഷി എന്നും അറിയപ്പെട്ടിരുന്ന രാമവർമ്മ 15 1895 രാജാവായി. 1914 മുതൽ 1932 വരെ രാജ്യം ഭരിച്ച രാമവർമ്മ 16 എന്ന മദ്രാസിൽ തീപ്പെട്ട തമ്പുരാനായിരുന്നു കൊച്ചിയുടെ അടുത്ത രാജാവ്. അദ്ദേഹവും ഭാര്യയായ പാറുക്കുട്ടി നേത്യാരമ്മയും ബറോഡ രാജാവിനെ സന്ദർശിച്ചപ്പോഴുള്ള ഫോട്ടോയാണിത്. അദ്ദേഹത്തിന്റെ കാലത്തെടുത്ത രാജകുടുംബാംഗങ്ങളുടെ ഒരു ഫോട്ടോയും കാണാം. 1932 രാമവർമ്മ 17 അഥവാ ചൊവ്വരയിൽ തീപ്പെട്ട തമ്പുരാൻ മഹാരാജാവായി ചുമതലയേറ്റു. ഈ കാണുന്നത് അദ്ദേഹത്തിന്റെ രാജസദസ്സിന്റെ ചിത്രങ്ങളാണ്. അദ്ദേഹവും പരിവാരവും ഉത്തരേന്ത്യൻ സന്ദർശനത്തിന് പുറപ്പെടുമ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചെടുത്ത ഫോട്ടോയാണ് ഇപ്പോൾ കാണുന്നത്. കൂടാതെ കൊല്ലങ്കോട് രാജാവിനൊപ്പമുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രവുമുണ്ട്. ചൊവ്വരയിൽ തീപ്പെട്ട തമ്പുരാൻ നടത്തിയ ബറോഡ സന്ദർശനത്തിന്റെയും മൈസൂർ സന്ദർശനത്തിന്റെയും മറ്റു 2 ചിത്രങ്ങളും കാണാം. അദ്ദേഹത്തിന് ഉപനയന കാലത്തെടുത്തതും ബിരുദം ലഭിച്ചപ്പോൾ എടുത്തതുമായ 2 അപൂർവ ഫോട്ടോകളുമുണ്ട്. ചൊവ്വരയിൽ തീപ്പെട്ട തമ്പുരാന്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ചെടുത്ത ചിത്രങ്ങളും ലഭ്യമാണ്. രാമവർമ്മ 17 ശേഷം 1941 കൊച്ചിയുടെ അടുത്ത രാജാവായത് മിടുക്കൻ തമ്പുരാൻ എന്നും അറിയപ്പെട്ടിരുന്ന കേരളവർമ്മ 6 ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായി 1943 മുതൽ 46 വരെ മഹാരാജാവായ കുഞ്ഞപ്പൻ തമ്പുരാൻ എന്ന രാജാ രവിവർമ്മ ഭരണം നടത്തി. തുടർന്ന് 1946 മുതൽ 48 വരെ ഐക്യകേരളം തമ്പുരാൻ എന്നും അറിയപ്പെട്ടിരുന്ന കേരളവർമ്മ 7 ഭരണകാലമായിരുന്നു. രാജകുടുംബാംഗങ്ങൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പമുള്ള അദ്ദേഹത്തിന്റെ വിവിധ ഫോട്ടോകളാണ് ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം 1948 കൊച്ചി എന്ന നാട്ടുരാജ്യത്തിന്റെ അവസാനത്തെ ഔദ്യോഗിക ഭരണാധികാരിയായിരുന്ന പരീക്ഷിത്ത് തമ്പുരാൻ എന്ന രാമവർമ്മ 18 മഹാരാജാവായി. ഈ കാണുന്നത് ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്നിവരോടൊപ്പമുള്ള പരീക്ഷിത്ത് തമ്പുരാന്റെ ഫോട്ടോയാണ്. ശൃംഗേരി ശങ്കരാചാര്യർക്കൊപ്പം നിൽക്കുന്ന പരീക്ഷിത്ത് തമ്പുരാന്റെ മറ്റൊരു ചിത്രവും കാണാം. അദ്ദേഹത്തിന്റെ രാജസദസ്സാണ് ഈ കാണുന്നത്. പ്രൈവറ്റ് സെക്രട്ടറി കുഞ്ഞിക്കിടാവിനോടൊപ്പമുള്ള ഫോട്ടോയുമുണ്ട്. പണ്ഡിത സദസ്സിലിരിക്കുന്ന പരീക്ഷിത്ത് രാജാവിനെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. കൊച്ചി രാജസദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ പ്രമുഖനായിരുന്ന ശേഷാചാര്യയുടെ അപൂർവ ചിത്രവുമുണ്ട്. രാജകുടുംബത്തിലെ വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായ ദീക്ഷയുടെ ഫോട്ടോയാണിത്. രാജകുടുംബാംഗങ്ങളായ വനിതകളുടെ ചിത്രവും കാണാം. അന്നത്തെ രാജകീയ വിദ്യാഭ്യാസ സ്ഥാപനമായ തൃപ്പൂണിത്തുറ പ്രിൻസസ് ബ്രാഞ്ച് സ്കൂളിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് ഇപ്പോൾ കാണുന്നത്.
രാജകുടുംബത്തിൻ്റെ വകയായ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരായിരുന്നു ഇവർ. കൂടാതെ അന്നത്തെ സൈന്യത്തിൻ്റെ ഭാഗമായിരുന്ന നായർ പട്ടാളത്തിൻ്റെയും ഒരു കുതിരപ്പടയാളിയുടെയും ചിത്രങ്ങളും കാണാം. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണമെന്നും കേരള നരേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.